ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൽപ്പാത്തി തേരിനാണ്. അപ്പോൾ ഞങ്ങളിവിടെ പാലക്കാട് തന്നെയായതുകൊണ്ട് എല്ലാ വർഷവും കൽപ്പാത്തി തേരിന് പോകാറുണ്ട്. ഈ വർഷം ഇപ്പോൾ നാളെയും മറ്റന്നാളൊന്നും പോകാൻ കഴിയില്ല, കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ട് ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് 14-ാം തീയതിയാണ്. അപ്പം നാളേക്കാണ് മെയിൻ ആയിട്ടുള്ള ദിവസം എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാ 3 തേരും റെഡി ആയിട്ടൊക്കെ ഉണ്ട്, അത് ന്യൂസിലും പേപ്പറിലും ഒക്കെ കണ്ടു. അപ്പം എന്തായാലും ഇന്ന് ഇതാ സ്കൂളൊക്കെ വിട്ട് വന്ന് ജസ്റ്റ് വേഗം ഒന്ന് ഫ്രഷായി ഇനിയിപ്പം നമ്മൾ കൽപ്പാത്തി തേരിന് പോകുന്നു. അവിടെ എത്തിയിട്ട് കാണാം. പോണ വഴിക്ക് ഞങ്ങൾ ചെറിയമ്മേനെയും ഏട്ടനെയും കൂടി കൂട്ടിയിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി തേരിന് പോവുകയാണ് ചെയ്തത്. ഹലോ. ഇറങ്ങിയപ്പം ഏകദേശം വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ എന്തായാലും തേരുപറമ്പിൽ കുറേ സമയം നടക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ജ്യൂസ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പാലക്കാട് സോഷ്യൽ കിച്ചൺ പാലക്കാടുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഷെയ്ക്കും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് തേരുപറമ്പിൽ നടന്ന് തേര് ഫുള്ള് കാണാനുള്ള എനർജിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടാണ് പോണത്. ഇത് ഈ ഒരു മരം ഭയങ്കര സോഷ്യൽ കിച്ചൺ അപ്പുറത്തെ സൈഡിലായിരുന്നു ഇത്ര ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പം ഇങ്ങോട്ട് മാറ്റി. ഈ ഒരു മരം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ തേരുപറമ്പിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കടകളാണുള്ളത്. അപ്പോൾ പോകുമ്പോൾ ആദ്യം തന്നെ കയറുന്ന ഭാഗത്ത് കുറേ കുപ്പിവളകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുപ്പിവള വാങ്ങി. പിന്നെ ഈ ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കുന്ന ഈ ഒരു മണ്ണിൻ്റെ സംഭവം പണ്ട് വീട്ടിലുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പോൾ അത് കണ്ടപ്പം അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം നമ്മളുടെ സേവനാഴീൻ്റെ ഒക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ രൂപമാണ്. ഈ അത് വിൽക്കുന്ന ആൾ കുറേ നേരം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വട്ടത്തിൽ ഓരോ ഷേപ്പിലുള്ള അച്ചിട്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ അതൊക്കെ വാങ്ങി. പിന്നെ ബാഗുകളുടെ കുറേ ഭാഗം ഉണ്ടായിരുന്നു. അമ്മ ബാഗൊക്കെ നോക്കാൻ നിന്നു. ഈ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ എഴുതി കാണിക്കുന്ന നമ്പർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ വാച്ച് വാങ്ങിയില്ല. ഒക്കെ നോക്കി നിന്നിട്ട് വന്നു. പിന്നെ ഈ മോതിരമൊക്കെ ഉള്ള ഭാഗത്തുനിന്ന് ഞാനൊരു കുഞ്ഞി ചിരട്ടയുടെ മോതിരം സെലക്ട് ചെയ്ത് എടുത്തിട്ട് അതിൽ ഹരേ കൃഷ്ണ എന്നൊക്കെ എഴുതാൻ കൊടുത്തിട്ട്, അപ്പോൾ ആ ചേട്ടൻ ഇത്രയും നീളത്തിൽ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എഴുതി തന്നു. ആദ്യം പെർമനൻറ്റ് മാർക്കർ കൊണ്ട് ഒരു വര വരച്ച് പിന്നെ ഗോൾഡൻ പെന്നുകൊണ്ട് എഴുതി. എന്നിട്ട് അവർ തീയൊക്കെ കാണിച്ചിട്ട് എന്തോ ഈ ഒരു പശ എന്താണെന്നറിയില്ല അതിങ്ങനെ തേച്ചിട്ടൊക്കെ റെഡിയാക്കി തരുന്ന സമയത്താണ് ഇതാവുന്നത്. ഇത് ഭയങ്കര ഈ പണ്ടത്തെ കാലം മുതലേ തേരിന് മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ മോതിരം. അപ്പം ഞാനൊന്ന് എല്ലാ കൊല്ലമൊന്നും വാങ്ങലില്ല, ഇത് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങൽ. അപ്പോൾ കണ്ടപ്പോൾ എന്തായാലും ഞാൻ ഹരേ കൃഷ്ണ എന്ന് എഴുതിച്ചിട്ട് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ മെയിനായിട്ട് ബാഗൊക്കെ വാങ്ങിച്ച് എനിക്കിത് നല്ലപോലെ അമ്മയും ചെറിയമ്മയും ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചെറിയമ്മ ഇങ്ങനത്തെ ബാഗൊന്നും തൂക്കാറേ ഇല്ല. അപ്പോൾ ആ ഒരു തൂക്കിയ പുതുമയിൽ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ആ ഊതിയ പൊള്ളം വരുന്ന സാധനമൊക്കെ വാങ്ങി. കുറേ ക്ലിപ്പൊക്കെ ഞാൻ നോക്കി നിന്നു. അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോൾ ഏട്ടൻ എടുത്തതാണ് ഈ വളകളുടെയും ഇതൊക്കെ ക്ലിപ്പിൻ്റെയും ഒക്കെ മാറിയിട്ട്. പിന്നെ അതാ ഫോട്ടോകൾ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലിരിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നോക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ. അമ്മ ഇപ്രാവശ്യം അങ്ങനെ ഫോട്ടോയും വിഗ്രഹമൊന്നും വാങ്ങിയിട്ടില്ല. കാരണം ഉള്ള കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും കൃഷ്ണൻ്റെ ഫോട്ടോയും കാരണം ഞങ്ങളുടെ വീട് നിറഞ്ഞ് തുളുമ്പിരിക്കുകയാണ്. ഉള്ളത് തന്നെ വെക്കാൻ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ ഇനിയും വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ തിരക്കാവും എന്നുള്ള ഒരൊറ്റ സങ്കടം കൊണ്ട് അമ്മ വാങ്ങിയിട്ടില്ല. നല്ല നല്ല വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഈ ഒരു മെറ്റലിൻ്റെ കളറൊക്കെ കൊടുത്ത വിഗ്രഹമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് കൊല്ലം മുമ്പ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മളെക്കുറിച്ച് നമ്മളെ ഒട്ടും അറിയാത്ത ആളുകൾ എന്താ പറയാന്നറിയാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ മുത്തശ്ശി എന്തൊക്കെയാ പറയാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇതിന് നിന്ന് നോക്കിയതൊന്ന്. അപ്പം കാർഡൊക്കെ എടുത്തു. എനിക്ക് ഈ ഒരു കൃഷ്ണൻ്റെ രൂപമാണ് കിട്ടിയത്. അപ്പോൾ എന്നിട്ട് ആ മുത്തശ്ശി കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. എൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതവിടെ ഇരിക്കട്ടെ, നമുക്കതൊക്കെ സത്യമാവോ നോക്കാം. എന്നിട്ട് അതിന് പരിഹാരം എന്നൊക്കെ കണ്ണീറിന് പരിഹാരം എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി തന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ അങ്ങോട്ട് നടക്കുമായിരുന്നു. ഈ മാലകളിൽ നിന്ന് ഒരു മാലയൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ തേരുകൾ വരാൻ തുടങ്ങി. 3 തേരും ഞങ്ങൾ കണ്ടു. ഇത് ആദ്യത്തെ തേരാണ്.
നല്ല തിരക്കായിരുന്നു. നമുക്ക് ആളുകൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്ര തിരക്കാണ് തേരിൻ്റെ ഇടയിൽ. തേരിങ്ങനെ ഈ തേര് വലിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ മാത്രമല്ല, നമ്മളുടെ മാൻ പവറിൻ്റെ കൂടെ കുറച്ച് മെക്കാനിക്കൽ പവറും കൂടി ചേർത്ത് JCBയും കൂടി ഉന്തിയിട്ടാണ് ഈ തേര് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നുകൊണ്ട് മുമ്പ് ഇതാ ഒരു സഹസ്ര ജ്യോതിർലിംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബ്രഹ്മകുമാരീസിൻ്റെ എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടാൽ. പിന്നെ അടുത്ത തേര് എത്തിയപ്പോഴേക്ക് അധികം തിരക്കുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമാണ് തേര് വലിക്കാൻ പറ്റിയതിൽ അമ്മയ്ക്കും ചെറുമ്മയ്ക്കും. എല്ലായ്പ്പോഴും തിരക്ക് കാരണം നമുക്ക് അങ്ങനെ തേര് വലിക്കാൻ കൂടാൻ പറ്റണമെന്നില്ല. അപ്പം അത് വലിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് അമ്മയും ചെറിയമ്മയും. പിന്നെ അവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തൊടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആനേനെ തൊടാൻ പോയ ഒരാളെ പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പിന്നെ തൊടാനൊന്നും നിന്നില്ല, അങ്ങോട്ട് മാറി നിന്നു. പിന്നെ സ്ഥിരം നമ്മൾ തേരിന് കാണുന്ന ഹൈഡ്രജൻ ബലൂണൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കൽപ്പാത്തി കുണ്ടമ്പലം. അപ്പം ഈ പേര് പോലെ തന്നെ നല്ലോണം നമ്മൾ താഴേക്ക് ഇറങ്ങി അടിയിലേക്ക് പോയിട്ടാണ് ഈ അമ്പലം. അപ്പം അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലൊന്നും കയറി തൊഴുതില്ല, പുറത്തുനിന്ന് തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ച് ഇവിടെ അങ്ങനെ കുറെ വട്ടം സാധനം ഉണ്ട്, നമുക്ക് ഇരുന്ന് ഇങ്ങനെ പുഴയ്ക്ക് നോക്കിയിരിക്കാൻ. അതാ വരുന്നു. ഭാരതപ്പുഴയുടെ കൈവഴിയായിട്ടുള്ള കൽപ്പാത്തിപ്പുഴയാണിത്. അപ്പോൾ അതിലേക്ക് ഞാൻ കാൽ നനയ്ക്കാനൊന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും അത് അത്ര നല്ല വെള്ളമല്ല എന്നൊക്കെയാണ് അവിടെ നേട്ടം പറയണത്. പിന്നെ ഞങ്ങൾ ഒരുപോലെ വാങ്ങിച്ചിട്ടുള്ള കുപ്പിവളയാണിത്. രാത്രി ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ അതിലുള്ള കല്ലൊക്കെ തിളങ്ങുമ്പോൾ കാണാൻ വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രദക്ഷിണ വഴിയിൽ ഫുള്ള് ഫാൻസി സാധനങ്ങളാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് മാല, വള, ക്ലിപ്പ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കഴിയാതെ അവിടെ നിന്ന് തപ്പിത്തെറിഞ്ഞ സാധനം വാങ്ങി ഇറങ്ങില്ല. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കരിമണി പാദസരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുത്തശ്ശി എൻ്റെ കാലിലൊക്കെ ഇട്ട് തന്നു. എൻ്റെ ഉള്ള പാദസരത്തിൻ്റെ കൂടെ തന്നെ അതൊന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഫോട്ടോമൊക്കെ നമ്മുടെ കപ്പിലും അതുപോലെ ഫ്രെയിമായിട്ടും ഒക്കെ അപ്പം തന്നെ റെഡിയാക്കി കീ ചെയിനിലൊക്കെ റെഡിയാക്കി തരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു മോഹത്തിന് ഒരു ഫ്രെയിമിൽ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നോക്കുമ്പോഴാണെങ്കിൽ ഞങ്ങൾ 4 പേരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇല്ല. എപ്പോഴും അങ്ങനെയാണ്. ഏത് സമയത്ത് നോക്കിയാലും ഒറ്റയ്ക്കുള്ളതും വേറെ കൂടെ ഉള്ളതും ഒക്കെ എത്ര ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ 4 പേരും ഒന്നിച്ചുള്ള ഒരു നല്ല ഫോട്ടോ പോലും ഇല്ല. എന്നിട്ട് കാടാമ്പുഴ പോയപ്പോൾ ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ആണ്, അത് ഈ ഫ്രെയിം പോലെ ആക്കിയെടുത്തു. ഇത്തരത്തിലുള്ള മുട്ടായികളൊന്നും ഞാൻ കഴിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഭാഗത്തേക്ക് ഞാൻ അധികം പോയിണ്ടായിരുന്നില്ല. കാറിലിരുന്ന് തലയാട്ടുന്ന ബൊമ്മക്കുട്ടി, പട്ടിക്കുട്ടി, ബൊമ്മക്കുട്ടിയല്ല. സമയം ഇപ്പോൾ രാത്രി ഭയങ്കര നല്ലോണം വൈകി 8 മണി കഴിഞ്ഞു. ഞങ്ങളിപ്പോഴും തേരുപറമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. 4 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇതാ ഇതുപോലെയുള്ള ഈ ലൈറ്റ് കത്തുന്ന പമ്പരമൊക്കെ ഞാൻ എത്ര വാങ്ങി കത്തിച്ചിരിക്കുന്നു. പിന്നെ ഇതാ പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈഡ്രജൻ ബലൂണും വാങ്ങി കയ്യിൽ പിടിച്ചൊരു നടത്തായിരുന്നു. പിന്നീട് അങ്ങോട്ട് അധികം സാധനമൊന്നും വാങ്ങാനൊന്നുമില്ല, നേരെ ഒരുപാട് ഇരുട്ടിയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് വിചാരിച്ച് വരികയായിരുന്നു. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവശരായിട്ടുള്ള ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കുട്ടേട്ടനും ചെറിയമ്മയും ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയ്ക്കും എൻ്റെ ഏട്ടനും ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. ഞാൻ ഫ്രൈഡ് റൈസ് ആയി ഉണ്ടായിരുന്നു പറഞ്ഞത്. അങ്ങനെ കഴിച്ചൊക്കെ ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം സമയമായി. പിന്നീട് ചെറിയമ്മേനെയും കുട്ടേട്ടനെയും അവരുടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരിക ചെയ്തത്. പിന്നെ എനിക്ക് രാത്രി ആയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ ഓർമ്മയില്ല. പിന്നെ വീടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് നിരത്തി വെച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അച്ഛൻ അമ്പലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് അച്ഛൻ തീരിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ ഓരോന്നും എടുത്ത് ഞാനിങ്ങനെ അച്ഛനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു. തേരിന് പോയിട്ട് വന്ന് അവിടെ തേര് വലിച്ച കഥ എന്തൊക്കെ അച്ഛനിങ്ങനെ പറഞ്ഞു കൊടുത്ത് വാങ്ങിയ സാധനമൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ 2025 കൽപ്പാത്തി തേരിന് പോക്കും സാധനം വാങ്ങലും തൊഴലും ഒക്കെ കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.